Hello guys, welcome back to our channel Siblings Code. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മൾ ബാക്കിലത്തെ ഫെസ്റ്റിവൽ നടക്കാനല്ലേ. അപ്പോൾ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഐഡിയ ഇട്ടിട്ട് പോയതാണ്. പക്ഷെ നമ്മൾ നേരെ എത്തിപ്പെട്ടത് പൈച്ച റെസ്റ്റോറൻറ്റിലാണ്. എന്തായിട്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടായിന്. അങ്ങനെ നമ്മൾ നേരെ ബസ് കഴിഞ്ഞിട്ട് പോയത് പൈച്ചയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രൈ ആക്കിയിട്ടുണ്ടായിരുന്നത് ഓരോ ഹണിക്കല്ലുമ്മക്കായി മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. അത്ര നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എല്ലാം നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. Very tasty food items. തിന്നുന്നതിന് ഒന്നാം സ്ഥലം. Very yum. പിന്നെ കസിൻസൊക്കെ ആയിട്ട് പോകുമ്പോൾ വേറെ തന്നെ വൈബ് ഇട്ട നല്ല വൈബ് ഉണ്ടായിന്. അങ്ങനെ നമ്മൾ മൂന്നാം ഇട്ടാണ് പോയിനത്. പിന്നെ ഇത് ചക്ലീൻ്റെ എന്താ പറയുക ഇത്ര ഒന്നല്ല കേട്ടോ തിന്നിനത്. നല്ല കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് കഴിച്ച് എല്ലാം ഓരോരോന്ന് വാങ്ങിയിട്ട് മൂന്നാൾക്കും കൂടി ട്രൈ അങ്ങനെ കഴിക്കാന്ന്. അതാണ് നല്ലത്. പിന്നെ ഒറ്റക്ക് വാങ്ങി അങ്ങനെ തീരില്ല. പിന്നെ നമ്മൾ ഇത് വാങ്ങാനായിട്ട് നിൽക്കാന്ന്. നമുക്ക് അൽഫാം കഴിക്കാം. ഫോണിങ്ങനെ കൺഫേം ബ്രൈറ്റ്നെസ് കൂട്ടി കൊടുക്കാം. എന്താണ് ഓർഡർ ചെയ്തത്? നമ്മൾ 6 പൊറോട്ട. നമ്മൾ പുറത്തുനിന്ന് കഴിച്ചില്ല ഗൈസ്. നല്ല സാധനം. ക്ലോസപ്പ് പല്ല് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ആദ്യം സലാഡാണ്. മെയിനായിട്ട് ഇരിക്കണ്ട. അപ്പോൾ ഹസ്ബൻഡ് വിളിക്കുകയാണ്. ഈ 2 പേർക്ക് ഹസ്ബൻഡ്സ്. ഒന്നിന് ഹസ്ബൻഡ്, ഒന്നിന് ഫിയാൻസി. ഞങ്ങൾ സിംഗിൾസ്. കാണുമ്പോൾ വിഷമം തോന്നുന്നു. പ്ലേറ്റ് എത്തി, വെള്ളെത്തി. ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എടുക്കുന്ന സമയത്ത് ഒരു കോളായിരുന്നു. ഫുഡ് വരുന്ന സമയത്ത് ഒരു കോളായിരുന്നു. അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ വിളിക്കല, അത് സംഭവം. നമുക്ക് പൊറോട്ട എടുക്കാം. ചൂട് പൊറോട്ട. നല്ല ടേസ്റ്റി ഫുഡാണ്. നല്ല പീസാണ്. നല്ല ഗ്രേവി. 23 മിനിറ്റ് ആവും വ്ളോഗ്. പിന്നെ നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് പെരി പെരി അൽഫാമാണ്. അതും നല്ല നമുക്ക് ടേസ്റ്റ് എല്ലാവർക്കും വേറെ വേറെ തന്നെ കേട്ടോ. പിന്നെ ഓളറിന് പാൽ പൊറോട്ട വാങ്ങാന്ന്. അപ്പോൾ മറ്റുള്ളവരിന് അതൊക്കെ വേണ്ടാന്ന്. പിന്നെ ഞാൻ പറഞ്ഞു മന്തി കഴിക്കാന്ന്. പിന്നെ മന്തിക്ക് വേണ്ട. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എത്തിയത് ഈ സാധനത്തിലേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കന് ഭയങ്കര എരിവുണ്ടായിരുന്നു. പിന്നെ പെരി പെരി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ എരിവ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് ഇറച്ചിയും കൊട്ടുമന്തിയുടെ അടിയാണ്. പിന്നെ ഓരോ നമുക്ക് ചിക്കൻ്റെ ഗ്രേവി എന്തെന്നറിയില്ല കൊണ്ടു തന്നിട്ടുണ്ടായിന്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. പിന്നെ ഇപ്പുറത്തെ ഒരു മന്തിൻ്റെ ഞാൻ കെച്ചപ്പ് വെച്ചിട്ടാണ് ഇതാണ് കൊണ്ടു തന്നത്. പിന്നെ നമ്മൾ റിട്ടേൺ അങ്ങോട്ട് തന്നെ കൊടുത്ത്. അത് ഇതിനെന്തായിട്ട് മാച്ചില്ല. അങ്ങനെ കൊടുത്തിട്ട് അവർ നമുക്ക് സാധാ കെച്ചപ്പ് തന്നിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടി കഴിക്കാന്ന്. നമുക്ക് കിട്ടി. അങ്ങനെയുണ്ട്. നല്ലുണ്ടല്ലോ. നിങ്ങൾ എന്തായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഫുഡിനെ നിങ്ങൾക്ക് റിവ്യൂ എന്തായിട്ട് കിട്ടും. നമ്മൾ വിചാരിച്ചപ്പോൾ ഐറ്റംസ് ഉണ്ട്. പാൽ പൊറോട്ട, പൊറോട്ട. നമ്മൾ ഗായ്സ്. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കഴിഞ്ഞു. ഭയങ്കര എരിവാണ് ഗായ്സ്. എന്നാലും ഹർഷ
മജ്ലിസ് അവിടെയാണ് ഗൈസ്. നമുക്ക് മന്തിനോട് വലിയ രാത്രി താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അൽഫാമിലൊതുക്കി, അൽഫാം പൊറോട്ടയിലൊതുക്കി. പിന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിട്ട് അങ്ങനെയല്ല, അധികം കഴിച്ചെങ്കിൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ കഴിയില്ല പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനാണ് അധികം ഇവിടത്തേക്ക് വന്നത്. എന്തായാലും എല്ലാവരും ഒരിക്കലും വിസിറ്റ് ചെയ്യണം ഗൈസ്. അത്ര നല്ല ഫുഡാണ്, പറയാതിരിക്കാൻ കഴിയുക. പുറത്തത്തെ വൈബാണെങ്കിലും എല്ലാം ഒത്തിട്ട് കിട്ടിയ ഒരു ഷോപ്പ് തന്നെ പറയാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഉപ്പിലിട്ട മാങ്ങ ഐറ്റംസ്, പിന്നെ ഹണിക്കൽ മക്കായി, അതൊക്കെ മസ്റ്റ് ട്രൈ എന്ന് തന്നെ പറയാം. അപ്പോൾ അവളെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മാങ്ങൻ്റെ ഐറ്റംസ് കുറേ തരത്തിലുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് പച്ച കളർ, അത് എന്തെന്നൊന്നും അറിയില്ല, അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മുളയിലിട്ടതുണ്ട്, അങ്ങനെ കുറേ തരം ഡിഫറെൻറ്റ്. പിന്നെ ചക്ലി, പിന്നെ എന്താ അതിൻ്റെ പേരൊന്നും അറിയില്ല, കുറേ കുഞ്ഞു കുഞ്ഞു സാധനമൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ കഴിച്ചിട്ടാണ്. നമ്മൾ എന്തായാലും ഒരു അച്ചാർ തന്നെയല്ലേ ഇടുന്നത്, സോസ്. അപ്പോൾ അതിൻ്റെ പകരം നമ്മൾ ചക്ലി തിന്നണമെന്നുണ്ടായിന്. അങ്ങനെ ചക്ലി കുറേ കഴിച്ചിട്ടുണ്ടായിന്. അതേപോലെ കല്ലുമക്കായും കുറേ തിന്നിട്ടുണ്ടായിന്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇപ്പോൾ ബാക്കിലത്തെ പരിപാടി നടന്നുകൊണ്ടുണ്ടായിരുന്നതല്ല, അപ്പോൾ അതിന് തന്നെ വേണ്ടിയിട്ട് നമ്മൾ പോയത്. പിന്നെ അവിടെ പോയിട്ടാ നേരെ പൈച്ചിയിൽ തന്നെ വിടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈച്ചിയിലേക്ക് ഫുഡ് കഴിക്കാൻ വന്നതാണ്. പിന്നെ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമുക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിന്. അതുകൊണ്ട് പിന്നെ അടുത്തേക്ക് പോയെങ്കിൽ പിന്നെ പ്രശ്നമാണ് വെച്ചിട്ട് നമ്മൾ നേരെ പൈച്ചിലേക്ക് തന്നെ വിട്ടിട്ട് ഫുഡ് കഴിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ലേസ് കാണിക്കാമെന്ന് എന്താ പറയേണ്ടത്, 3 ഐറ്റംസേ ഉള്ളൂ ലേസ്. അതിൽ ഓരോരാൾക്ക് ഓരോരോന്ന് വേണം. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡാണ്. പിന്നെ ഓറഞ്ച് ഉണ്ടായിട്ടാണ്, അത് തിന്നണം തന്നെ ഭയങ്കര ഇതുണ്ടായ. നോക്കൂ ഉണ്ട്. വലുതില്ല, അയിമ്പിനില്ല. അപ്പൊ നമ്മക്ക് 3 ആക്കും, 3 10 ആക്കാം. എന്താ ആ നല്ലത്. 3 ആക്കും തരാന്ന് ഗൈസ്. ഒരേപോലെ അല്ല, ഇഷ്ടങ്ങളെല്ലാം വ്യത്യാസമുണ്ട്. അതന്നെ. അങ്ങനെ ആ ഷോപ്പ് തോറും നമ്മളോട് പറഞ്ഞ് അവിടെ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ലേസ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് പോകാൻ ഞാൻ അങ്ങനെ ആക്കിത്തരാമെന്ന്. അങ്ങനെ ആടെ ഇല്ല കേട്ടോ. അത് നേരെ റിട്ടേൺ വന്ന്. പിന്നെ ചെറിയ പാക്കറ്റ് ഉണ്ടായിന്, ഞാൻ പറഞ്ഞ അത് വാങ്ങാന്ന്. പിന്നെ അത് ശരിയായില്ല. അങ്ങനെ അവിടെ ഇല്ല ഗൈസ്. എക്സ്പ്ലോർ ചെയ്യാനിപ്പോൾ ഓള് പറഞ്ഞ് ചെറിയ സോഡ കല്ലുമക്കായി. അങ്ങനെ ഗൈസ് ഇവിടെ ഓക്ക് തിന്നണം തന്നെ പറഞ്ഞുകൊണ്ടുണ്ട്. പിന്നെ അമ്മക്കും ഉണ്ടായിന് തിന്നണമെന്ന്. പിന്നെ ഓക്ക് മറ്റോക്ക് ഓള് പറയും പക്ഷെ ഞാൻ പറയുന്നത് നോക്കുമ്പോ എനിക്ക് പച്ച, പക്ഷെ ഓക്ക് പച്ച ഇഷ്ടപ്പെടുന്നില്ല. ഐസല്ല ഇതാണ് ഫ്രൈസ് ബൈ. ഇത് പുറത്തായിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് വരുന്നതാണ്. അപ്പോൾ അവിടുന്ന് എല്ലാവരും എന്താ പറയണ്ടേ, ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെ കഴിക്കാൻ നമ്മുടെ ഓർഡർ കൊടുക്കാൻ നിൽക്കുകയാണ്. പക്ഷേ ഭയങ്കര തിരക്കുണ്ടായിന്. ഇപ്പോൾ ഒരാളൊരു തിരക്ക്. ലാസ്റ്റ് ഇതാണ് നമുക്ക് ആക്കി തരുന്നുണ്ട്. റെഡാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇത്രയുള്ള പൈസ ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് കേട്ടോ. അത് വെച്ചാൽ ചിക്കന് ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനത്തെ ഒക്കെ വരുമ്പം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 3 ആൾക്ക് നല്ല കഴിക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മളെ ബയറൊക്കെ മൊത്തം ഫുള്ളായിട്ടുണ്ടായിരുന്നു പൈസ വെച്ചാൽ നമ്മളെല്ലാം എന്തെല്ലോ തിന്നിന്. അതുകൊണ്ട് ഐസ്ലാൻഡിൽ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ ഐസ്ലാൻഡിന്റെ ചളീനാ ഇത് എന്താ പറയണ്ടേ, എന്ത് പറഞ്ഞു ഞാൻ പറയുന്നു, സർട്ടിഫിക്കറ്റ് ആയിട്ട് വന്നതാണ് കേട്ടോ. ലൈസൻ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കി നിൽക്കാന്ന്. അതിൽ കുറേ സോസ് ഇടുന്നുണ്ട്, എന്തെന്നൊന്നും അറിയില്ല. മാസ്റ്റർ ചീസ് എന്നെല്ലാം പറയുന്നുണ്ട്. എനിക്കെന്നെ തിരിയുന്നില്ല ഗൈസ്. അവിടെ എഴുതിയിട്ടുണ്ട് ഓരോരു അതിൻ്റെ പേരൊക്കെ. അങ്ങനെ നമ്മളതായിട്ടാ. മയോണൈസ് ഞാൻ ചിക്കൻ
നമ്മ റെഡാണ് സെലക്ട് ആക്കിയത്. നമ്മ ബ്രെഡാണ് സെലക്ട് ആക്കി മിക്സ് ആക്കും. സ്പൂണിന് മിക്സ് ആക്ക്. അങ്ങനെ മിക്സ് ആക്കണം. അപ്പൊ ഒരു സ്പൂൺ നമുക്ക് വേണം. ഇത് മൂന്നുണ്ടാ വേണ്ട മൂന്നുണ്ടോ ഉല്ലാസകണം തിന്നിട്ട് റിവ്യൂ ചെയ്യ് ഫിദാ അൻസറ. യാ അല്ലാ വീണ്. തൊന്നിട്ട് കാണാം. അതൊക്കെ കിട്ടിയില്ല കയ്യിന് ഗൈസ്. ഭയങ്കര ബയർ എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ കുറച്ച് ബൈക്കും അതില്ല. അങ്ങനെയാണ് നമ്മളെ അവസ്ഥ. ഇപ്പൊ ഇല്ല കഴിച്ചിട്ട് കഴിഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സമയം പോയി അറിഞ്ഞിട്ടാട്ടോ. പിന്നെ ബസ്സിനെ വെയിറ്റ് ചെയ്യാന്ന്. അങ്ങനെ ബസ് നമ്മളെ കീച്ചിട്ടുണ്ടായിരുന്നു ബംഗ്ലാവ് ഹോട്ടലിൻ്റെ അടുത്തേക്കാണ് കേട്ടോ കീച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് പിന്നെ അമ്മ അടക്കീന്. ആടിന് നമ്മ പിന്നെ റിക്ഷയ്ക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ അമ്മ ഇവിടുന്ന് എന്താക്കി ഐസ്ക്രീം അങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് അവിടെ കുറച്ച് സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഷംസിന് അന്നേണ്ട് കഴിച്ചിട്ട് വരാന്ന് പറയുന്നു. ആ ഒരു സാധനം ഇല്ലേ എന്താ സ്ട്രീറ്റ് ഫുഡാ ഇവിടെ തന്നെ ഇല്ലത്. അപ്പൊ പിന്നെ പനിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഇടത്തി ഭയങ്കര സ്പെഷ്യൽ അവിനൊക്കെ പറ്റും. അങ്ങനെ നമ്മൾ അവൽ മിൽക്കിന് ഓർഡർ കൊടുത്തിട്ട് കുറേ സമയം വെയിറ്റ് ആക്കേണ്ട വന്നിട്ടാണ്. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കഴിക്കാന്ന്. അങ്ങനെയാണ് ഇവിടെ കയറിയുന്നത്. പക്ഷെ കുറേ ടൈം വെയിറ്റ് ആക്കേണ്ട വന്ന്. ഇന്ന് പിന്നെ എന്താണെന്നറിയില്ല ബംഗ്ലാവ് ഹോട്ടലിൽ അമ്മ ലേറ്റ് ഒന്ന് കാണുന്നുണ്ടായിട്ട് എന്ത് സംഭവം എന്നറിയില്ല. പിന്നെ അമ്മ അങ്ങോട്ട് പോയിട്ടാണ് നമ്മൾ പുറത്ത് കഫേയിൽ ഇരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ അവൽ മിൽക്ക് വന്നിട്ടാ. പക്ഷേ വിചാരിച്ചത്ര ടേസ്റ്റോ അങ്ങൊന്നും ഉണ്ടായിട്ട് എന്ത് സംഭവം എന്നറിയില്ല. ഇവർ എന്തെന്നറിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആർക്കും ഇഷ്ടപ്പെട്ടിട്ട. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് അതിനറിഞ്ഞ് ഒരു സ്കൂപ്പ് ഐസ്ക്രീം പോലത്തെ അവിടെ ഒന്നും ഇല്ല തോന്നുന്നു. കുറച്ച് രാത്രി ആയതുകൊണ്ട് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നി വലിയ ടേസ്റ്റിൽ ഉണ്ടാക്കിയിട്ട. നമ്മ തീറ്റ പണ്ടായിരുന്നു വിചാരിച്ചൂടാ. നമ്മ അത്തിപ്പത്തിന്റെ ഐസ്ക്രീം കഴിക്കുന്നുണ്ട് ഗൈസ്. നല്ല പാകണ്ടേ. ഇതാ പിന്നെ കുറേ ഇല്ലത് എടുക്കും. കുറച്ചിലൊക്കെ കാണില്ല. അങ്ങനെ ഗൈസ് ഇവിടെ നല്ല കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടാ. ചാർജ് ഉണ്ടായിട്ടാ ഫോണിൽ. പിന്നെ നമ്മൾ പുരയിലെത്തിയിട്ട് കടന്ന് ഇങ്ങനത്തെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാനാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻ്റ് ആക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ.